ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്ക് നൽകാത്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ബോർഡിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. യഥാസമയം കണക്ക് നൽകിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കണക്കറിയിക്കാൻ ബോർഡിന് 1 മാസം കൂടി സാവകാശം നൽകി. അഹമ്മദ് മുജ്തബ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. മുജ്തബ, എങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഈ വിഷയത്തിലുള്ള വിമർശനം? നേരത്തെ ആഗോള അയ്യപ്പ സംഗമം നടന്ന സമയത്ത് തന്നെ ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ വളരെ സുതാര്യമായി സൂക്ഷിക്കണമെന്നും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വിലയിരുത്തിയ ശേഷം അത് കോടതിയിൽ സമർപ്പിക്കണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ, പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഹർജികൾ ഇത് സംബന്ധിച്ച തുക കളക്ട് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള ആശങ്കകൾ പങ്കുവച്ച് അയ്യപ്പ സംഗമം തടയണമെന്നത് ഉൾപ്പെടെയുള്ള ഹർജികളിൽ ഉണ്ടായിരുന്നു. ആ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് ഈ ഒരു രൂപത്തിലുള്ള ഒരു നിർദ്ദേശം കൂടി, വിവിധ നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം ഇതായിരുന്നു. എന്തായാലും ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SSR റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു സുവമോട്ടോ പ്രൊസീഡിംഗ്സിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഈ പരിപാടിയുടെ മറ്റു സംവിധാനങ്ങൾ ഒരുക്കിയ IIIC പൂർണ്ണമായ ബില്ലുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഒരു ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ടായി സമർപ്പിക്കാൻ കഴിയാത്തതെന്നുള്ളൊരു വിശദീകരണം നൽകിയത്. പക്ഷെ കടുത്ത വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ഈ താമസത്തിന് കോടതി അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. മാത്രമല്ല ഈ വിശദീകരണത്തിൽ തൃപ്തികരമല്ല എന്നുകൂടി കോടതി പറയുകയാണ്. എന്തായാലും ഒരു അന്ത്യശാസനം കോടതി പറഞ്ഞിരിക്കുന്നു. അതായത് 1 മാസത്തെ സമയം കൂടി അനുവദിക്കുകയാണ്. അതിനുശേഷം ഒരു കാരണവശാലും മറ്റൊരു അവസരം നൽകുകയില്ല. അങ്ങനെ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വീഴ്ച ഉണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ജീന, ശരി.